Okay, now let's move on to module second. നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ നോക്കാം. വൊക്കാബുലറി, പദ സമ്പത്ത്. You know, a good speaker must have a good vocabulary. ഒരു നല്ലൊരു സ്പീക്കർക്ക് നല്ല പദസമ്പത്ത് ആവശ്യമാണ്. പക്ഷേ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഇപ്പോൾ മലയാളം എടുക്കും, മലയാളത്തിൽ ദിവസം നമ്മൾ ഒരു 50 വാക്കിന് താഴെ മാത്രമേ സംസാരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്നുള്ളൂ, റൈറ്റ്? അതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് വലിയൊരു വൊക്കാബുലറി നമുക്ക് ആവശ്യമില്ല. എങ്കിലും ഇറ്റ് ഈസ് ബെറ്റർ ഫോർ യു ടു ഇംപ്രൂവ് യുവർ വൊക്കാബുലറി. നിങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യണം, ഒരുപാട് വാക്കുകൾ പഠിക്കണം, അതിൻ്റെ മീനിങ് മനസ്സിലാക്കി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, ഈ മൊഡ്യൂളിൽ യു ഹാവ് ടു ലേൺ സിനോണിംസ്. ഇവിടെ നിങ്ങൾക്ക് സിനോണിംസ് ആണ് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് മലയാളത്തിൽ പര്യായം എന്ന് പറയും, സിനോണിം, പര്യായം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, രാത്രി എന്നതിന് രജനി, നിശ എന്നൊക്കെ മലയാളത്തിൽ നമുക്ക് പറയാം. അതുപോലെ ഇംഗ്ലീഷ് ഒരു വേർഡിന് നമുക്ക് മറ്റൊരു വേർഡ് അറിയേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, alter. Alter means change. Okay, alter എന്നത് ചേഞ്ച് എന്ന സെൻസ് ആണ് നമുക്ക് നൽകുന്നത്. അപ്പം നിങ്ങൾ മോട്ടിവേഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും. മോട്ടിവേറ്റ് ചെയ്യുക മീൻസ് ഇൻസ്പയർ ചെയ്യുക. മോട്ടിവേറ്റ് മീൻസ് ഇൻസ്പയർ. മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ രണ്ടും മീനിങ്ങിൽ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. ഒരാൾ മറ്റൊരാളെ ഇൻസ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻസ്പയർ എന്ന് യൂസ് ചെയ്യുക. അതേസമയത്ത് സ്വയം നമുക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നതിനാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മൾ ആ ഡിഫറൻസ് മനസ്സിലാക്കണം. ഇൻസ്പിറേഷൻ മറ്റൊരാൾക്ക് നൽകുന്നതാണ്, മോട്ടിവേഷൻ നമ്മൾ നമുക്ക് നൽകുന്നതാണ്. ഓക്കെ, സിനോണിംസ് ധാരാളം പഠിക്കുക. ദെൻ കൊളോക്കേഷൻസ്. വാട്ട് ഈസ് ഇറ്റ്? എന്താണ് കൊളോക്കേഷൻ? You know, 2 or more words come together. രണ്ടോ അതിലധികമോ വേർഡ്സ് ഒരുമിച്ച് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതാണ് കൊളോക്കേഷൻ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, fall in love with, that is പ്രണയബദ്ധരാവുക എന്നാണ് സെൻസ് വരിക. ഷീ ഫെൽ ഇൻ ലവ് വിത്ത് ഹിം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവനുമായിട്ട് പ്രണയത്തിലായി എന്നർത്ഥം, സ്നേഹത്തിലായി എന്നർത്ഥം. ഓക്കെ, ഇങ്ങനെ വാക്കുകൾ ഒന്നിച്ച് യൂസ് ചെയ്യുന്നതിനാണ് കൊളോക്കേഷൻ എന്ന് പറയുക. വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയാം, ഓസ്പീഷ്യസ് ഒക്കേഷൻ. ഹലോ, ഓസ്പീഷ്യസ് ഒക്കേഷൻ എന്ന വേറെ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഇങ്ങനെ ഉള്ള ഒരുപാട് വാക്കുകൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ നന്നായിട്ട് സ്മോക്ക് ചെയ്യുന്ന ആളെ നമുക്ക് ചെയിൻ സ്മോക്കർ എന്ന് വിളിക്കാം. ഈസ് എ ചെയിൻ സ്മോക്കർ. ഇങ്ങനെ വരുന്ന
ഒരുമിച്ച് വരുന്ന വാക്കുകളെയാണ് നമ്മൾ കൊളോക്കേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു ലേൺ ഫ്രേസൽ വെർബ്സ്. അടുത്തത് നമുക്ക് ഫ്രേസൽ വെർബ്സ് ആണ്. വാട്ട് ഈസ് ഇറ്റ്? ഫ്രേസൽ വെർബ്സ് മീൻസ് ഒരു വേർബിനോട് വേർബ് എന്താണ് നിങ്ങൾക്ക് അറിയാം, ആക്ഷൻ വേർഡാണ് വേർബ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ദിവസവും എന്തെല്ലാം ആക്ഷൻസ് ചെയ്യുന്നു, അതിന് ആക്ഷൻ ചെയ്യുന്ന വേർഡിനെയാണ് വേർബ് എന്ന് പറയുക. ആ വേർബിനോട് കൂടി നമ്മൾ പ്രിപ്പോസിഷൻ, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അറ്റ്, ഇൻ, ഓൺ മുതലായ വാക്കുകളാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. വേർബിനോട് കൂടിയിട്ട് പ്രിപ്പോസിഷൻ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ആ വേർബിന്റെ മീനിങ്ങിൽ വലിയ ചേഞ്ചസ് സംഭവിക്കും. ഫോർ എക്സാമ്പിൾ ഗോ വേർബാണ്, നമുക്കറിയാം പോവുക എന്നാണ് അതിന്റെ സെൻസ്. അതേ സമയത്ത് ആ ഗോ എന്നതിനോട് കൂടി ഓൺ ആഡ് ചെയ്യുന്ന സമയത്ത് ഗോ ഓൺ എന്ന് കിട്ടുന്നു, ബട്ട് മീനിങ് ചേഞ്ച് ചെയ്യും. ഓക്കെ, ഗോ ഓൺ മീൻസ് കണ്ടിന്യൂ എന്ന സെൻസ് ആണ്. ഹലോ, ഗോ ഓൺ മീൻസ് കണ്ടിന്യൂ. ലുക്ക്, നോക്കുക എന്നാണ് നമ്മൾ പഠിച്ചുള്ളത്. അതിൻ്റെ കൂടെ ആഫ്റ്റർ ആഡ് ചെയ്യുന്ന സമയത്ത് ലുക്ക് ആഫ്റ്റർ സെൻസ് മാറി. ലുക്ക് ആഫ്റ്റർ മീൻസ് ടേക്ക് കെയർ ഓഫ്, സംരക്ഷിക്കുക, പരിപാലിക്കുക എന്നുള്ള സെൻസ് ഒക്കെയാണ് വരിക. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ടു ലുക്ക് ആഫ്റ്റർ 2 children. ഓക്കെ, അപ്പോൾ ലുക്ക് ആഫ്റ്റർ ഫ്രേസൽ വെർബാണ്. ടേൺ ഡൗൺ, ടേൺ തിരിയുക എന്നാണ് നമ്മൾ പഠിച്ചുള്ളത്. ഡൗൺ ആഡ് ചെയ്യുന്ന സമയത്ത് ടേൺ ഡൗൺ, റിജക്ട്, റിജക്ട് ചെയ്യുക, തള്ളിക്കളയുക എന്ന സെൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രേസൽ വെർബ്സ് പഠിക്കാനുണ്ട്. അതിൽ ഒരുപാട് ഫ്രേസൽ വെർബ്സ് പഠിക്കുക, ബ്യൂട്ടിഫുൾ ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് ഇഡിയംസ് ആണ്. വാട്ട് ഈസ് ഇറ്റ്? ഇഡിയംസ് ഇറ്റ്സ് ഓൾസോ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഇത് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. പക്ഷേ ഈ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ ഇൻഡിവിജ്വൽ വേർഡും നൽകുന്ന മീനിങ് അല്ല അതിന് കിട്ടുക. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും വൊക്കാബുലറി മൊഡ്യൂളിൽ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇഡിയംസ് എക്സാമ്പിൾ, റെയിൻ, കാറ്റ് ആൻഡ് ഡോഗ്സ്. റെയിൻ, കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. വാട്ട്സ് ഇറ്റ്? എന്തത്? What does it mean? You know, it means heavy rain. Heavy rain എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, maiden speech. Maiden speech. Maiden over എന്ന് കേട്ടിട്ടുണ്ടാവും. അതുപോലെ maiden speech means ഇവിടെ first speech എന്നാണ് അർത്ഥം. മെയ്ഡൻ എന്ന് പറയുമ്പോൾ കന്യക എന്നാണ് ശരിക്ക് മീനിങ് വരുന്നത്. അപ്പോൾ മെയ്ഡൻ സ്പീച്ച് മീൻസ് കന്യകയുടെ സ്പീച്ച് അല്ല, ഫസ്റ്റ് സ്പീച്ച് ആണ് സെൻസ്. ഇങ്ങനെ ഒരുപാട് ഇഡിയംസ് എന്ത് ചെയ്യുക, പഠിക്കുക. നോ ഡൗട്ട് നിങ്ങൾക്ക് ഈ സിനോണിംസും കൊളോക്കേഷൻസും ഫ്രേസൽ വെർബ്സും ഇഡിയംസും നിങ്ങളുടെ കോൺവെർസേഷനിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നോ ഡൗട്ട് മറ്റുള്ള ആളുകളെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനായിട്ട്, അലൂർ ചെയ്യാനായിട്ട് സാധിക്കുന്നതിൽ തർക്കമില്ല. ഓക്കെ.